ഫുജിയറയിലുള്ള ശ്രീകുമാർ ചിറ്റേടത്തിൻ്റെ വീട് വിശ്വാസത്തിൻ്റെയും ഓർമ്മകളുടെയും ഒരു ലോകമാണ്. വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമുള്ള നൂറുകണക്കിന് ഗണേശ വിഗ്രഹങ്ങളാണ് ഇവിടെയുള്ളത്. ഇതോടൊപ്പം ശ്രീകുമാറിൻ്റെ ഓഡിയോ കാസറ്റുകളുടെ ശേഖരവും ആരെയും അത്ഭുതപ്പെടുത്തും. ഫുജിയറയിലെ ശ്രീകുമാർ ചിറ്റേടത്തിൻ്റെ ഫ്ലാറ്റ് പുറത്തുനിന്ന് നോക്കിയാൽ സാധാരണമെന്ന് തോന്നാമെങ്കിലും അതിൻ്റെ അകത്ത് കിടന്നാൽ ഹൃദ്യമായൊരു അനുഭവമാണ് നമ്മെ കാത്തിരിക്കുന്നത്. 100-ലേറെ ഗണേശ വിഗ്രഹങ്ങളാണ് സന്ദർശകരെ വരവേൽക്കുക. കല്ലിലും പഞ്ചലോഹത്തിലും രാമച്ചത്തിലുമൊക്കെ രൂപം കൊണ്ട അനേകം വിഗ്രഹങ്ങൾ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും തിളങ്ങുകയാണ്. ഈ കോട്ടയംകാരൻ്റെ വിസ്മയഭരിതമായ ശേഖരത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. അതൊരു യാദൃച്ഛികമായിട്ട് സംഭവിച്ചാണ്, അറിഞ്ഞു വന്നതല്ല. അത് വൈഫ് വന്ന് ഇവിടെ വന്ന് ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഗണപതിയുടെ വിഗ്രഹം, ആദ്യ സാലറി കൊണ്ടിട്ടൊരു ഗണപതിയുടെ വിഗ്രഹം വാങ്ങിച്ചു. പിന്നെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് കളക്ഷൻസ് കണ്ടു. പിന്നെ നമ്മൾ ചെല്ലുമ്പോഴെല്ലാം അറിയാതെ ഓരോരുത്തരത്തു നിന്ന് ഇങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പോൾ, എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അങ്ങനെ അറിയാതെ വന്ന് ചേർന്നുകൊണ്ടിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ദുബൈയിലായിരുന്നു ആദ്യം, ഒരു 2006 വരെ ദുബൈയിലായിരുന്നു. ദുബൈയിൽ നിന്ന് ഷാർജയിൽ താമസിക്കായിരുന്നു. അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർ, ഫ്രണ്ട്സൊക്കെ വരുന്നവർ, പിന്നെ അവിടെ ആയാലും ഇവിടെയൊക്കെ വരുന്നവരൊക്കെ നമുക്ക് ഗിഫ്റ്റ് തരുന്ന ഈ ഗണപതി വിഗ്രഹങ്ങളോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോകൾ അങ്ങനെ ഗിഫ്റ്റ് തരാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു യാദൃശ്ചികമായിട്ട് വന്ന് പിന്നെ അതൊരു കളക്ഷനിലേക്കായി. ഗണപതിയുടെ വിവിധ ഭാവങ്ങളിലുള്ള നിരവധി വിഗ്രഹങ്ങളാണ് ശ്രീകുമാറിൻ്റെ ശേഖരത്തിലുള്ളത്. ഇവയെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കല്ലിലും പഞ്ചലോഹത്തിലും രാമച്ചത്തിലുമൊക്കെയാണ്. ഹാർമോണിയം വായിക്കുന്നത്, തബല കൊട്ടുന്നത്, ഇങ്ങനെ പല, അതായത് സംഗീത ഗണപതി എന്ന് പറയാം. സംഗീത വാദ്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഊഞ്ഞാലാടുന്ന ഗണപതിയുണ്ട്. പിന്നെ അതുകൊണ്ട് നവധാന്യങ്ങൾ കൊണ്ടിട്ട് നവധാന്യ ഗണപതി, നവധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. രാമച്ചത്ത് അത് മൂകാംബി എന്ന് വാങ്ങിച്ചാൽ രാമച്ചം കൊണ്ടുണ്ടാക്കിയ ഒരു ഗണപതി. അത് മൂകാംബി ചെന്നപ്പോൾ അതൊരു വ്യത്യസ്തമായിട്ട് തോന്നി. അതൊരു 10 വർഷത്തോളമായത്, ഒരു കുഴപ്പമില്ല, നല്ല ഇതായിരിക്കും. ഞാൻ ആദ്യം ഓർത്തത് ചിലപ്പം ഡാമേജ് ആവുമെന്ന്, പക്ഷെ ഒരു കുഴപ്പമില്ല. ഓരോ വിഗ്രഹത്തിനു പിന്നിലും ഒരുപാട് സംസ്കാരങ്ങളുടെ കഥയാണുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിനായക വിഗ്രഹങ്ങൾ ഈ ശേഖരത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ദേശരാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീലങ്ക, പിന്നെ നേപ്പാൾ, ശ്രീലങ്കയാണ്. പിന്നെ തായ്ലൻഡിൽ നിന്നുള്ള ഒരു ഇതുണ്ട്, തായ്ലൻഡിൽ നിന്നുള്ള ഒരു എണ്ണം കിട്ടിയിട്ടുണ്ട്. മറ്റ് ദൈവങ്ങളെക്കാൾ അല്പം ഇഷ്ടക്കൂടുതൽ ഗണപതിയോടുണ്ടെന്ന് ശ്രീകുമാർ പറയും. പ്രത്യേക ഒരു വാത്സല്യം. ഗണപതിയോട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വാത്സല്യം. ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ഇപ്പം ശിവന് ഭദ്രകാളി എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്കൊരു ഭയഭക്തി ബഹുമാനമാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട്ലിയാണ്. ഗണപതി എന്ന് പറയുമ്പോൾ നമുക്കൊരു വാത്സല്യം തോന്നും. ഒരു കുട്ടികളോടുള്ളൊരു കുട്ടിത്ത ഇത് തോന്നില്ല, അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുണ്ട്. ഗണേശ വിഗ്രഹങ്ങളെ പോലെ ആരെയും അത്ഭുതപ്പെടുത്തുകയാണ് ശ്രീകുമാറിൻ്റെ പഴയ കാസറ്റുകളുടെ ശേഖരം. ഇദ്ദേഹത്തിൻ്റെ കാസറ്റ് ശേഖരണ ചരിത്രം ഈ നാടിൻ്റെ സിനിമാ സംഗീത ചരിത്രത്തിൻ്റെ നാൾവഴികൾ കൂടിയാണ്. 50 വർഷത്തോളം പഴക്കമുള്ള കാസറ്റുകൾ ഇവിടെ കാണാം. ഒരു 40-50 വർഷം മുമ്പുള്ള കാസറ്റുകളുണ്ട്.
ഏതാണ്ട് കാസറ്റ് ഇറങ്ങിയ കാലം തൊട്ടുള്ള ഉണ്ട്. കാരണം നാട്ടിലിരുന്ന് ഇത് പൂപ്പൽ കയറുന്ന കാരണം എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ കളക്ഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞ് കാസറ്റ് കഴിഞ്ഞ് CD ആയി, CD കഴിഞ്ഞിട്ട് VCD, DVD, USB ആയി. ഇപ്പോൾ എല്ലാം നമുക്ക് പാട്ടുകൾ മൊബൈലിനകത്ത് കിട്ടുന്ന അവസ്ഥയിലേക്ക് വന്നു. എങ്കിലും അതൊന്നും കളയാൻ തോന്നുന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ഇതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ലൈഫും. ഗാനരചയിതാവ് കൂടിയാണ് ശ്രീകുമാർ. തൻ്റെ കാസറ്റിൻ്റെ അടക്കം അപൂർവമായ പല ഗാനങ്ങളുടെ ശേഖരം ശ്രീകുമാറിൻ്റെ പക്കലുണ്ട്. കാരണം ചിലത് ഇപ്പോഴും CD വരാത്ത ചില പാട്ടുകളൊക്കെ ഉണ്ട്. എങ്കിലും ചില കാസറ്റുകൾ കേൾക്കും. ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയൊരു പാട്ട് ആദ്യമായിട്ട് ജാനകിയമ്മ പാടിയൊരു പാട്ട് വന്നായിരുന്നു. അത് നിലവിളക്കെന്ന് പറഞ്ഞൊരു കാസറ്റിന് വേണ്ടിയിട്ട് ആ പാട്ട് വന്നു. അങ്ങനെയാണ് പാട്ടെഴുത്ത് തുടങ്ങിയത്. പിന്നെ അങ്ങനെ ഷോർട്ട് ഫിലിമുകൾക്ക് വേണ്ടിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. 300ഓളം കാസറ്റുകളാണ് ശേഖരത്തിലുള്ളത്. ഇതിൽ ഭൂരിഭാഗവും സിനിമാ ഗാനങ്ങളല്ല എന്നുള്ളതാണ് പാഠ്യശേഖരത്തെ വ്യത്യസ്തമാക്കുന്നത്. ഏതാണ്ട് 300-ന് മേളിൽ കാസറ്റുകളുണ്ട്. അതെല്ലാം വളരെ സെലക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ സിനിമാ പാട്ടുകളല്ല, അതാ രസം. സിനിമാ പാട്ടുകൾ നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പണ്ട് തരങ്കിണിയൊക്കെ ഉത്സവഗാനങ്ങൾ, മറ്റേ പൊന്നോണ തരങ്കിണി, പ്രഭാതഗീതങ്ങൾ, ഇങ്ങനെ അയ്യഭോക്താനങ്ങൾ, ഇങ്ങനെ വളരെ സീരിയലായിട്ട് ഒത്തിരി കാസറ്റുകൾ ഇറക്കിയിരുന്നു. അങ്ങനത്തെ റയറായ കളക്ഷൻസാണ്. സിനിമാ പാട്ടുകളല്ല. അത് എല്ലാം വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോഴും. 2 പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ശ്രീകുമാർ. ഞാൻ ഇപ്പോൾ ഒരു 2 പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ശുഭയാത്ര എന്ന് പറഞ്ഞൊരു ബയോപിക്ക്, പിന്നെ പ്രണയത്തിൻ്റെ ഋതുഭേദങ്ങൾ എന്ന് പറഞ്ഞൊരു നോവല്, പിന്നെ ഇപ്പോൾ ഒരു 2-3 ബുക്കുകളുടെ പണിപ്പുരയിലാണ്. ശ്രീകുമാറിൻ്റെ വീട് കാണേണ്ടത് കണ്ണുകളാൽ മാത്രമല്ല, ഹൃദയത്താൽ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്തിയുടെ പാട്ടൊഴുക്ക് തുടരുകയാണ്. നമസ്തേ റിബ കാണാം ഇടവേളയ്ക്ക് ശേഷം.